ഏവർക്കും നമസ്കാരം, പ്രണാമം. ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഈശ്വരനെ സ്മരിക്കുക എന്നാൽ ഞാൻ എന്നെ തന്നെ സ്മരിക്കുകയാണോ, അല്ലേ ആണ് എന്ന് പറയുവാനാണ് അറിയുന്നതും അറിയിക്കുന്നതും. അവനവൻ തന്നെയാണ് അവനവന് ഈശ്വരനായി മാറുന്നത്. അവനവൻ്റെ രക്ഷയ്ക്ക് ഉതകുന്നതായിട്ടുള്ള കർമ്മങ്ങളും കർത്തവ്യങ്ങളും ശുദ്ധമായിട്ടുള്ള രീതിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനവനെ തന്നെ രക്ഷിക്കുകയാണ്, സംരക്ഷിക്കുകയാണ്, നിലനിർത്തുകയാണ്. യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളോ ദുരിതങ്ങളോ കൂടാതെ കണ്ട് അപ്രകാരം നിലനിൽക്കുന്നു. എങ്കിൽ ഈശ്വരനെ അറിയാതെയോ അല്ലെങ്കിൽ വിശ്വസിക്കാതെയോ നിലകൊള്ളുന്നവർ ഒരുപാട് ദുഷ്കർമ്മങ്ങളും ദുഷ്പ്രവൃത്തികളും ദുഷ്ടചിന്തകൾ കൊണ്ടും മുന്നോട്ട് പോകുന്നു. ഇതിൽ ഒരു വിഭാഗം ആളുകളുടെ ഉള്ളിൽ അവർ നിരന്തരം ഈശ്വരവിശ്വാസിയും ആയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരും പ്രാർത്ഥനയോ നാമജപങ്ങളോ ഭജിക്കുന്നവരോ ജപിക്കുന്നവരോ ഒക്കെയാവാം. ആ കുറച്ച് സമയം കഴിഞ്ഞാൽ അവരവർക്ക് തന്നെ ദോഷം ചെയ്യത്തക്ക രീതിയിലുള്ള അഹങ്കാരത്തേനയുള്ള നടപ്പും അപ്രകാരമുള്ള വാഴ്ചയിലും അവർ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ദിവസം രാവിലെയും വൈകുന്നേരം ഇവർ ഭയങ്കരമായിട്ടുള്ള ഈശ്വര ഭക്തരായി തീരുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇവർക്ക് ഗുണം ചെയ്യുന്നുണ്ടോ അതോ ദോഷമാണോ ചെയ്യുന്നത് എന്നിവർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദുഷ്ടമാർഗങ്ങളും അപ്രകാരമുള്ള ചിന്തകളും ഒരിക്കലും അപ്രകാരമുള്ള ചിന്തയോടുകൂടി നിലകൊള്ളുന്നവർക്കൊരിക്കലും രണ്ട് നേരത്തോടു കൂടിയിട്ടുള്ള ഈശ്വരാരാധനയും പ്രാർത്ഥനയും നാമജപം കൊണ്ടും ഒരിക്കലും ഈശ്വരനെ തൃപ്തിപ്പെടുത്തുവാനോ പ്രീതിപ്പെടുത്തുവാനോ കഴിയുന്നതല്ല. ഈശ്വരൻ അപ്രകാരമുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കുകയോ അവരവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായഹസ്തങ്ങൾ നൽകുകയോ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുകയുമില്ല. അപ്രകാരമുള്ള ചിന്തകളിൽ നിലകൊള്ളുന്നവർ അപ്രകാരമുള്ള ചിന്തകളിൽ നിന്നോ പ്രവർത്തികളിൽ നിന്നോ മാറേണ്ടതാണ് എന്ന് പറയുന്നു. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഒരു മനുഷ്യൻ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ അവനെ താൻ ഏത് മതക്കാരനാണോ ആയതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ, ആ മതത്തിലേക്ക് ചേർത്താൽ ഈശ്വരൻ അവനോട് ഒരുപാട് കാരുണ്യം ഉള്ളവനായി തീരുന്നു എന്ന് പറയുന്ന ചില വിശ്വാസങ്ങൾ പറഞ്ഞു കാണുന്നു, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നു. ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റാണ് അപ്രകാരമുള്ള നടപടികൾ എന്നറിയണം. കാരണം ഒരു മനുഷ്യനെ ഏതെങ്കിലും മതത്തിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ട് ആയതിലുള്ള കർമ്മങ്ങളോ ആരാധന രീതികളോ മതങ്ങളിൽ പറയുന്നതായിട്ടുള്ള കർത്തവ്യങ്ങൾ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയോ ചെയ്യുന്നത് ആ മതത്തിൽ ഇന്ന് നിലകൊള്ളുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ആ മതത്തിനെയും മനുഷ്യനെയും ഒരുപാട് തരം താഴ്ത്തുന്ന രീതിയിലുള്ള കർമ്മങ്ങളും ആചരണങ്ങളും ആയതിൽ കാണുന്നു. എല്ലാ മതങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഇപ്രകാരമുള്ള വിഷയങ്ങൾ കാണുന്നുണ്ട്. പലതും അവരവർക്ക് തന്നെ പരിശോധിച്ചാൽ അറിയാം. ആയത് നമ്മൾ കേൾക്കുന്നതും അറിയുന്നതുമാണ്. അപ്രകാരമുള്ള വചനങ്ങളും ചിന്തകളും ആളെ കൂട്ടുന്നതും ഈശ്വരൻ അവനിൽ പ്രീതിപ്പെടുന്നു എന്നാണ് വിശ്വാസം. അതാണ് പറഞ്ഞു വരുന്നതും. ഒരിക്കലും ഈശ്വരൻ ഏതെങ്കിലും മതത്തിൽ ചെന്നുകൊണ്ട് ചേരുകയോ ചെയ്താൽ അവനോടൊപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല,
അവൻ ആ മതത്തിലും ചെന്നുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ആയതിൽ ചേർത്തവന് പോലും ദോഷം ഭവിക്കുന്ന അവസ്ഥയിലേക്ക് സൃഷ്ടിക്കും എന്നും പറയുന്നു. അപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഏതെങ്കിലും മതത്തിലോ ജാതിയിലോ വർണ്ണത്തിലോ വർഗത്തിലോ പെട്ടവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവനവൻ ഏത് മതത്തിലോ ജാതിയിലോ വർണ്ണത്തിലോ വർഗത്തിലോ പെട്ടവനായാലും ആയതിൽ നിന്നുകൊണ്ട് തൻ്റെ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും ഗുരുക്കന്മാരെയും പൂർവികരെയും സ്മരിച്ചുകൊണ്ടാവണം അവൻ്റെ ഈശ്വരനെ തേടുന്നതായിട്ടുള്ള പ്രക്രിയയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ. അവനവനിൽ തന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അവനവൻ ജനിച്ചിട്ടുള്ള മതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകളെ കണ്ടെത്തിക്കൊണ്ട് ആയതിനെ ഒഴിവാക്കുകയും നല്ല ഗുണങ്ങളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ അവനിൽ ഒരുപാട് ഈശ്വര പ്രീതി അവനിൽ ലഭിക്കുന്നതും അവനെപ്പോഴും ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നേടാവുന്നതുമാണ്. അപ്രകാരമുള്ള ചിന്തകളിലൂടെ മാത്രമേ നമുക്ക് ഈശ്വരനിലേക്ക് എത്തുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ഈശ്വരൻ എന്നാൽ ഒരു സുപ്രഭാതത്തിൽ കുറേ പണം തരുന്നവനോ കുറേ സ്വത്തുവകകൾ തരുന്നവനോ ആണെന്ന് ധരിക്കരുത്. ഈശ്വര പ്രീതി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് സ്വസ്ഥതയും സമാധാനവും ശാന്തിയുമാണെന്നറിയണം. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്തതായിട്ടുള്ളൊരവസ്ഥ, സമത്വത്തോടു കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അപ്രകാരമുള്ളൊരു നിലനിൽപ്പും നമുക്കുണ്ടായി വരുന്നു. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ ദുഃഖങ്ങളോ ഇല്ലാത്തതായിട്ടുള്ള ശാന്തമായിട്ടുള്ളൊരവസ്ഥയാണ് ഈശ്വരൻ എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വരാനുഗ്രഹം ഉള്ളവർ എപ്പോഴും സമാധാനികളും സന്തോഷികളും ആണെന്നറിയണം. സന്തോഷിക്കുകയും സമാധാനികളും എന്നാൽ തുള്ളിച്ചാടുക എന്നുള്ളതല്ല അർത്ഥം. അവർക്കെപ്പോഴും ശാന്തമായിട്ടുള്ളൊരു ഭാവം അവരിൽ നിലകൊള്ളും. അപ്രകാരമാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർക്ക് അപ്രകാരമുള്ള നല്ല തലങ്ങളിൽ എത്തിപ്പെടുവാനായിക്കൊണ്ടും അവരെക്കൊണ്ട് സാധിക്കുന്നു. അവർ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് അവരവർക്ക് തന്നെ വിചാരണയിലൂടെ തന്നെ സാധിക്കുന്ന വിഷയങ്ങൾ മാത്രമേ എപ്പോഴും അപ്രകാരമുള്ള മാർഗങ്ങളും അപ്രകാരമുള്ള ചിന്തകളും മാത്രമേ അവരിൽ ഉണ്ടാകുകയുള്ളൂ. നേടാൻ പറ്റാത്തതായിട്ടുള്ള കർമ്മങ്ങളൊന്നും കാര്യങ്ങളൊന്നും അവരിൽ ഉണ്ടാവില്ല. കാരണം അവർ ആശിക്കുന്നതെല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഈശ്വരാനുഗ്രഹമാണ്. അതിനു വേണ്ടി മാത്രമായിരിക്കും അവർ പിന്നീട് നിലകൊള്ളുന്നത്. അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ജാതീയപരമായിട്ടുള്ള ചിന്തകളോ മതപരമായിട്ടുള്ള ചിന്തകളോ വർണ്ണപരമായിട്ടുള്ള ചിന്തകളോ ആയവരിൽ ഒരിക്കലും നമുക്ക് കാണുവാനായിക്കൊണ്ട് സാധ്യമല്ല. അവർ ഒരു മനുഷ്യനായി തീരുന്നു. ഈശ്വര വിശ്വാസം എന്നാൽ താനൊരു മനുഷ്യനായി ജനിച്ചു എങ്കിൽ മനുഷ്യനായി ജീവിക്കണം, മനുഷ്യനായി മരിക്കണം. ഇരിക്കുന്ന കാലവും പോകുന്ന കാലവും അവനൊരു മനുഷ്യനായി തന്നെ ഇരിക്കുകയും പോവുകയും ചെയ്യുന്നു. അപ്രകാരമാണ് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുന്നവർക്കുള്ള ഗുണങ്ങൾ. അല്ലാതെ ഒരുപാട് വലിയ മാളിക വീട് വെച്ചുകൊണ്ട് ഒരുപാട് സ്വത്തുവകകൾ സമ്പാദിച്ചുകൊണ്ടും നിലകൊള്ളുന്നവരെല്ലാവരും അനുഗ്രഹീതരാണെന്ന് നമ്മൾ കരുതേണ്ടതില്ല. കാരണം അത് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള കർത്തവ്യങ്ങൾ കൊണ്ട് അവർ നേടിയതാവാം. അത് നല്ല മാർഗത്തിലൂടെയാണ് നേടിയതെങ്കിൽ ആയവരിൽ അത് നിലനിൽക്കും. അതല്ല നല്ലതല്ലാത്തതായിട്ടുള്ള മാർഗങ്ങളിലൂടെയാണ് ആയവ നേടിയിട്ടുള്ളതെങ്കിൽ അത് പിന്നീട് അവരിൽ നിന്നും നഷ്ടപ്പെടുകയും ചെയ്യും. അവർ ഇരിക്കുന്ന കാലം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അവരുടെ വരുന്ന തലമുറകളിൽ നിന്നും ആയവ നഷ്ടപ്പെടുകയും ചെയ്യും എന്നറിയുക. നല്ല മാർഗങ്ങളിലൂടെ നമ്മൾ സമ്പാദിക്കുന്നത് മാത്രമേ നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ. അച്ഛൻ സമ്പാദിച്ചാലും അമ്മ സമ്പാദിച്ചാലും സഹോദരങ്ങൾ സമ്പാദിച്ചാലും അത് ആയവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ നിലനിൽക്കണം എങ്കിൽ ആ സമ്പാദിക്കുന്ന സ്വത്തുവകകൾ നല്ല മാർഗങ്ങളിലൂടെ മാത്രമാവണം. അല്ലാതെ ആണെങ്കിൽ ആയവ നമ്മളിൽ നിന്നും കൈമോശം വരികയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആരെയും വഞ്ചിച്ചുകൊണ്ടും ചതിച്ചുകൊണ്ടും പറ്റിച്ചുകൊണ്ടും നമ്മൾ എന്തെല്ലാമാണോ നേടുന്നതും ഉണ്ടാക്കുന്നതും
അതിൻ്റെ 10 ഇരട്ടി നമ്മളിൽ നിന്നും തിരികെ നൽകേണ്ടതായിട്ട് വരും എന്നറിയണം. നമ്മൾ ഓരോ പ്രവൃത്തികൾ കൊണ്ടും സമ്പാദിക്കുന്നത് ആ സമ്പാദനം നേരുള്ള മാർഗത്തിലൂടെയാണോ അല്ലയോ എന്ന് ചിന്തിക്കണം. നമ്മൾ ഒരുപാട് ഉണ്ടാക്കി കൂട്ടുന്നത് പണമായിരുന്നാലും വസ്തുവകകൾ ആയിരുന്നാലും ആയവ നമ്മൾക്ക് ഒരുപാടുണ്ടെങ്കിൽ ആയവ ഇല്ലാത്തവർക്ക് ദാനമായി നൽകിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും വർദ്ധിപ്പിക്കുവാനായിക്കൊണ്ടുള്ള പ്രായശ്ചിത്തം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് സ്വത്തുവകകളും പണങ്ങളും കൂട്ടിവെച്ചുകൊണ്ട് അപ്രകാരം നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പണവും ഈ സ്വത്തുവകകളൊന്നും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയാകാതെ വരും. കാരണം പല രോഗങ്ങളും ദുരിതങ്ങളും വന്ന് ആയവ അനുഭവിക്കുമ്പോൾ ഈ സ്വത്തുവകകളൊന്നും നമുക്ക് രക്ഷാമാർഗങ്ങളായി തീരുകയില്ല. നമ്മൾ ഇരിക്കുന്ന കാലത്ത്, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സമ്പാദ്യം നമുക്കുണ്ടാകുന്ന കാലത്ത് അതില്ലാത്തവർക്കായിക്കൊണ്ട് ആ സമ്പാദ്യത്തിൽ നിന്നും ചെറിയൊരു പങ്കെങ്കിലും അതില്ലാത്തവർക്കായി കൊടുത്തുകൊണ്ട് സഹായിക്കണം. അപ്രകാരമുള്ള സഹായങ്ങളെ പിന്നീടുള്ള വരും കാലങ്ങളിൽ നമുക്കൊരു പോരായ്മകൾ വരുമ്പോൾ ഈ സഹായം നമുക്ക് ആയവ കൊണ്ട് നികത്തുവാനായിക്കൊണ്ട് നമുക്ക് സാധിക്കുന്നു. നല്ല മാർഗങ്ങൾ എപ്രകാരം ആരാണോ തേടുന്നത് അവർക്ക് നല്ലത് ഭവിക്കും എന്ന് പറയുന്നു. നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നല്ല മാർഗങ്ങളും ഏവരെയും രക്ഷിക്കും. ജന്മശുദ്ധി എന്നുള്ളൊരു തലം നമുക്ക് ഏവർക്കും വരേണ്ടതായിട്ടുണ്ട്. ആ ജന്മശുദ്ധിക്കായിക്കൊണ്ട് നമ്മളെപ്പോഴും നല്ല മാർഗങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടതും. നമ്മളിലുള്ള തെറ്റായിട്ടുള്ള മാർഗങ്ങളോ പ്രവൃത്തികളോ പ്രവർത്തനങ്ങളോ നമ്മൾ അപ്രകാരമുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ആയതിൽ നിന്ന് നമ്മൾ പുറകോട്ട് മാറണം. ഒരു മനുഷ്യൻ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു മതത്തിൽപ്പെട്ടവരെ ആയതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവനവൻ്റെ ജന്മശുദ്ധി കൈവരുന്നതിന് തടസ്സമായി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് പോകരുത്. അവനവനെ ശ്രദ്ധിച്ചുകൊണ്ട് അവനവൻ്റെ ജന്മം നൽകിയ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും പൂർവികരെയും സ്മരിച്ചുകൊണ്ട് അവനവൻ ജനിച്ചിട്ടുള്ള മാർഗങ്ങളിലൂടെ നല്ല മാർഗങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ജന്മശുദ്ധിക്ക് ഉതകുന്ന രീതിയിലൂടെയുള്ള സൽക്കർമ്മങ്ങളും സൽപ്രവർത്തികളും സൽക്രിയകളും ചെയ്തുകൊണ്ട് സൽചിന്തയോടുകൂടി നിലകൊള്ളണം എന്നുള്ളതാണ് പറയുന്നത്. അപ്രകാരം നല്ല മാർഗങ്ങളിൽ എത്തുവാനായിക്കൊണ്ട് നമുക്ക് ഏവർക്കായിക്കൊണ്ടും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുകയെ നമുക്ക് ആയവ കൊണ്ട് നിവൃത്തിയുള്ളൂ. കാരണം ഒരുപാട് നല്ല പ്രാർത്ഥനകൾ കൊണ്ട് നമുക്കൊരുപാട് ജന്മസായുജ്യം കൈവരുവാനായിക്കൊണ്ടുള്ള വഴികൾ നമുക്ക് തെളിഞ്ഞു വരും. ഒന്നും നമുക്കാരും കൊണ്ടെന്ന് തരില്ല എന്നറിയണം. നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഇതെല്ലാം നമുക്ക് കൈവരുന്നത്. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുവാനായിക്കൊണ്ട് നമ്മളെവിടേക്കും പോകേണ്ടതായിട്ടില്ല. ഈശ്വരനെ തേടി നമ്മളെ ലോകമൊട്ടും അലയേണ്ടതായിട്ടില്ല. ഈശ്വരൻ അവനവൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഈശ്വരൻ നിലകൊള്ളുന്നതെന്നറിയണം. ഞാനിരിക്കുന്ന ഇടം ഈശ്വരൻ ഉള്ള ഇടം തന്നെയാണ്. ഈശ്വരൻ ഇല്ലാത്തിടത്ത് ഞാനില്ല എന്ന് പറയുന്നു. ഈശ്വര എന്ന് വിളിക്കുമ്പോൾ ആയതിൽ നിങ്ങൾ പരിശോധിക്കണം. ഈശ്വര എന്ന് വിളിക്കുമ്പോൾ തന്നെ ആയതിൽ തന്നെ കാണുന്നു നീ തന്നെയാണ് ഈശ്വരൻ. കാരണം ഈശ്വരൻ എന്നാണ് നമ്മൾ പറയുന്നതെന്നറിയണം. നമ്മളങ്ങനെ ഉറക്കെ വിളിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസത്തിൽപ്പെട്ട് വിളിക്കുമ്പോൾ അപ്രകാരം ആയവ കേൾക്കുന്നവർ ഓടി വരുന്നു. ആയവരിലും ഉള്ളത് ഈശ്വരനാണെന്നറിയണം. ഇവിടെ ഈശ്വരനില്ലാത്തതായിട്ടുള്ള ഒരു കുഞ്ഞു പോലും ജീവനോടെ ഇരിക്കുന്നില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ ആയവനിൽ ഈശ്വരൻ ഇല്ല എന്നാണ് അർത്ഥം. ആയവ പരിശോധിക്കുക, ഇപ്രകാരം ഒന്ന് പറഞ്ഞ് പരിശോധിക്കുക. നിർത്തി ഈശ്വരൻ എന്ന് 10 പ്രാവശ്യം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ തന്നെയാണ് ആ ശക്തിക്കുടമയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു മനുഷ്യന് ഈശ്വരനെ അറിയണമെങ്കിൽ അവൻ മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികളും കർമ്മങ്ങളും ആചരണങ്ങളും അനുഷ്ഠിച്ചു വരുമ്പോൾ അവനവന് ഈശ്വരനെ എന്താണെന്നറിയുകയും ഈശ്വരൻ എവിടെയാണെന്ന് അറിയുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവൻ എത്തുന്നു. അത് സ്വയം നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്ക് അനുഭവിക്കാം. ഈശ്വരൻ എന്താണെന്ന് നിങ്ങൾ അറിയുമ്പോൾ
നിങ്ങൾക്ക് മദ്യമോ നിങ്ങൾക്ക് സ്ത്രീകളോടോ മദ്യത്തിനോടോ അപ്രകാരമുള്ള ലഹരിയോടോ ലഹരി പദാർത്ഥങ്ങളോടോ യാതൊരു തരത്തിലുള്ള ആഗ്രഹവും നിങ്ങൾക്ക് ജനിക്കില്ല.